വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം. അത് റവയും മൈദയും വെച്ചിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ചേരുവകൾ നമുക്ക് നോക്കാം. ഇത് 1.5 ഗ്ലാസ് റവ, അതേ അളവിൽ തന്നെ 1.5 ഗ്ലാസ് മൈദ, 250 ഗ്രാം ശർക്കര, 5-6 ഏലക്കായ, 1 സ്പൂൺ എള്ള് വെളുത്തതോ കറുത്തതോ ആവാം, അത് ഒരാളുടെ ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ ഒരു പിടി തേങ്ങ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത് വറുത്തിടാൻ വേണ്ടിയിട്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാം. ഉരുക്കിയ ശർക്കര നമ്മൾ ഈ റവയിലേക്ക് ചൂടോടുകൂടി ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എടുത്തിരുന്ന റവ വറക്കാത്ത റവയാണ്. ശർക്കര ഞാൻ ഉരുക്കിയത് ചൂടോടുകൂടി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു. ശർക്കര ഉരുക്കാൻ വേണ്ടി ഞാനൊരു 1.25 കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഉരുക്കിയത്. അത് ഇതിലേക്ക് ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്ത് ചൂടാറിയിട്ട് നമുക്കിതിൽ മൈദ ചേർക്കാം. റവ നന്നായിട്ട് ചൂടാറി. ഇനി നമുക്ക് മൈദ ഇതിലേക്ക് മിക്സ് ചെയ്യാം. മൈദ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നണമെങ്കിൽ തിളപ്പിച്ചാറിയ തണുത്ത വെള്ളം ഇതിലൊഴിക്കാം. ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നമ്മൾ കലക്കി വെക്കാം. ഞാൻ രാത്രി ഇത് കലക്കി വെക്കുന്നത്, നാളെ കാലത്ത് ഞാനിത് ഉണ്ടാക്കും. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കും. മൈദ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നാളെ നമുക്ക് ഈ മാവ് കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇന്നലെ കലക്കി വെച്ച മാവിലേക്ക് ഞാൻ തേങ്ങക്കൊത്ത് വറുത്തു. ഈ കളറാവുന്ന വരെ തേങ്ങക്കൊത്ത് വറുത്തെടുത്തു. പിന്നെ ഏലക്ക പൊടിച്ചെടുത്തതും എള്ളും കൂടെ മിക്സ് ചെയ്യാം നമുക്ക്. ഏലക്ക പഞ്ചസാരയും കൂടി കൂട്ടി പിടിച്ചിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. നന്നായി മിക്സ് ചെയ്യും. ഉണ്ണിയപ്പം മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം കോരി ഒഴിക്കാം. ഉണ്ണിയപ്പം മാവ് നമുക്ക് ഈ ഓരോ കുഴിയിലേക്കും കോരി ഒഴിക്കാം. ഉണ്ണിയപ്പം ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ ഭാഗത്തേക്ക് മറിച്ചിടാം.
അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം.